ഇന്നത്തത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ദോശ ചുടുന്ന വീഡിയോ കാണുമ്പോൾ എന്നും അതിൻ്റെ ഇടയിൽ കമന്റ് ഉള്ളതാണ് കേട്ടോ, എങ്ങനെയാണ് ദോശ ബാറ്റർ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാൻ ദോശ ബാറ്റർ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ ദോശ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നും 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇട്ടെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 പ്രാവശ്യം കഴുകി എടുക്കണം. അതിനുശേഷം ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചു വെക്കുക. ഞാനിപ്പോൾ 12 മണിക്കാണ് കേട്ടോ, ഉച്ചക്ക് 12 മണിക്കാണ് ഇതിപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ചത്. രാത്രി 10 മണിക്കാണ് കേട്ടോ. അപ്പം ഇനി ഇത് അരക്കാൻ പോണത്. സോക്ക് ചെയ്യാൻ മറന്നു പോയാൽ തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, അപ്പോൾ പെട്ടെന്ന് സോക്കായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 3/4 കപ്പ് ചോറാണ്, വേവിച്ച ചോറാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ദോശക്ക് അരക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ അരക്കണം, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട്. ഇഡ്ഡലിക്കാണെങ്കിൽ കുറച്ച് തരി ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ മാവ് ഞാൻ എടുക്കുന്നത്. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ട് എടുക്കുന്നത് വെച്ചാൽ ഇതിപ്പോൾ താഴെ പോയിനു. പിന്നെ കുറച്ച് മടി കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ജാറിന്ന് മാവ് മാറ്റാത്തത്. വെറുതെ എന്തിനാ 2 പാത്രത്തിലാക്കണം, അല്ലെങ്കിൽ എന്തിനാ 2 പാത്രം കഴുകണമെന്ന് വിചാരിച്ചിട്ടാണ്. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഓയിലൊന്നും ഒഴിക്കാതെ കേട്ടോ ദോശ ചൂട്. പിന്നെ ഞാൻ ദോശ അടച്ചു വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുക. ജസ്റ്റ് സെക്കൻഡുകൾ അടച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ ദോശ റെഡിയാവും കേട്ടോ. ഇനിയിപ്പോൾ ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. 1.5 കപ്പ് പച്ചരിയിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് മാത്രമാണ് കേട്ടോ ചേർത്തത്. എന്താ വെച്ചാൽ എനിക്ക് ഉഴുന്നിൻ്റെ ഫ്ലേവർ തീരെ ഇഷ്ടമല്ല. ഞാൻ ഉഴുന്നുവട തിന്നിയില്ല, എന്നാൽ എനിക്ക് ദോശ നല്ല ഇഷ്ടമാണ്. അപ്പം നല്ല പോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ദോശക്കൊന്ന് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ബീഫ് കറി ഉണ്ട് കേട്ടോ. ഋഷുവിന് ദോശയിലേക്ക് ചട്നിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ചട്നി ഉണ്ടാക്കിയത്. ഞാനും ഇക്കയും ബീഫ് കറിയും കൂട്ടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഓല് പോയി.